നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ IPO ഇത് രംഗത്ത് വന്നിരിക്കുകയാണ്. ആവലോൺ ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ള തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് കമ്പനിയാണ് ഇപ്പോൾ IPO ആയിട്ട് വന്നിരിക്കുന്നത്. 856 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം അവർ 1025 കോടി രൂപയാണ് റേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നെ IPOയ്ക്ക് തൊട്ട് മുമ്പ് ഒരു പ്രീ IPO ഇഷ്യൂ അവർ 160 കോടി രൂപയ്ക്കുള്ളത് നടത്തി. അത് കാരണം ഇപ്പോൾ 856 കോടി രൂപ മാത്രമാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഇതിൽ 320 കോടി രൂപ മാത്രമാണ് ഫ്രഷ് ഓഹരികളുള്ളത്, ബാക്കി ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ ഈ കമ്പനി ഏപ്രിൽ 3-ാം തീയതി ഇതിൻ്റെ IPO ഓപ്പൺ ആകും. അത് 6-ാം തീയതി വരെയാണ് നീണ്ടുനിൽക്കുന്ന 3 ദിവസം ഓപ്പൺ ആയിരിക്കുന്ന ഒരു IPO ആണ്. ഈ IPOയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് രംഗത്തെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണിത് എന്നുള്ളത് നമുക്ക് 2022 അവരുടെ റവന്യൂയുടെ വർധനവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ഇന്ത്യയിലെ വളരെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കമ്പനിയാണ് ആവലോൺ ടെക്നോളജീസ്. വളരെ യുണീക്കായിട്ടുള്ള ഒരു ഗ്ലോബൽ ഡെലിവറി മോഡലാണ് ഇവരുടെ ബിസിനസ് നടക്കുന്നത്. അതായത് ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് രംഗത്തെ ഒട്ടുമിക്ക പ്രോഡക്റ്റുകളും അവർ ഇൻ്റർനാഷണലി തന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കേബിൾ അസംബ്ലി, വയർ ഹാർനസ്, ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ, അതുപോലെ തന്നെ മെഷീനിങ്, മാഗ്നറ്റിക്സ്, ഇഞ്ചക്ഷൻ മോൾഡഡ് പ്ലാസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുമുള്ള പ്രോഡക്റ്റുകളാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ പലതും ഈ രംഗത്ത് ഇവരുടെ ക്ലയൻസ് ആണ് എന്നുള്ളതാണ്. അതായത് കോയ്സാൻ ഇന്ത്യ, കോളിൻസ് എയറോസ്പേസ്, US മലബാർ കമ്പനി, പിന്നെ മെഗിറ്റ്, സിസ്റ്റെക് കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ ഇവരുടെ ക്ലയൻസ് ആണ്. എല്ലാ പ്രധാന ഇൻഡസ്ട്രിയൽ സെക്ടറുകളിലും വിശ്വസ്തരായിട്ടുള്ള ക്ലയൻസ് ആവലോൺ ടെക്നോളജീസിനുണ്ട്. ഉദാഹരണത്തിന് പവർ, റെയിൽ, എയറോസ്പേസ്, ക്ലീൻ എനർജി, സ്മാർട്ട് പ്രോഡക്ട്സ്, ഹെൽത്ത് കെയർ, ടെലികോം, ഇൻഡസ്ട്രിയൽ, ഇലക്ട്രിക് മൊബിലിറ്റി, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ആവലോൺ ടെക്നോളജീസിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. ആവലോൺ ടെക്നോളജീസിന് ഇന്ത്യയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും അടക്കം 12 ഉൽപ്പാദന യൂണിറ്റുകളാണുള്ളത്. അതിൽ 57% അവരുടെ റവന്യൂ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ്, ബാക്കിയാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ കമ്പനിയുടെ ക്ലയൻസിൻ്റെ എണ്ണം കഴിഞ്ഞ വർഷം 72 ആയിരുന്നെങ്കിൽ ഈ വർഷം 89 ക്ലയൻസിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അത് കമ്പനികളാണ്, വലിയ വ്യവസായ യൂണിറ്റുകളാണ് അവരുടെ ക്ലയൻസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഓർഡർ ബുക്ക് 918 കോടിയായിരുന്നത് ഇപ്രാവശ്യം അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് ഓർഡർ ബുക്ക് എന്ന് പറയുന്ന 1190 കോടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, 250 കോടി രൂപയുടെ ഡെറ്റ് ഉണ്ടായിരുന്ന കമ്പനിക്ക് കടബാധ്യത ഉണ്ടായിരുന്നത് ഈ വർഷത്തെ ആദ്യത്തെ 8 മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അത് 304 കോടിയായിട്ട് കാണുന്നുണ്ട്. ഇനി ആവലോൺ ടെക്നോളജീസിന്റെ പ്രൊമോട്ടേഴ്സ് ആരാന്ന് നോക്കാം. കുഞ്ഞഹമ്മദ് ബിച്ച, ഭാസ്കർ ശ്രീനിവാസൻ എന്നീ പറയുന്ന 2 പേര്, അവരുടെ ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരാണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ്. ഇനി ഈ ഇഷ്യൂ വഴി ലഭിക്കുന്ന 320 കോടി രൂപ, അതായത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 320, മറ്റേ ഓഫർ ഫോർ സെയിൽ കുറിച്ചല്ല പറയുന്നത്, ഫ്രഷ് ഓഹരികൾ വഴി ലഭിക്കുന്ന 320 കോടി രൂപ അവർ ഉപയോഗിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട്, അതുകൂടാതെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട്, പിന്നെ അവരുടെ കുറച്ച് ഡെറ്റ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, കടബാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുമാണെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആവലോൺ ടെക്നോളജീസിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കാം. 2020 റവന്യൂ 653.2 ആണ്. ആ വർഷം തന്നെ അവരുടെ നെറ്റ് പ്രോഫിറ്റ് കാണുന്നത് 12.3 crores-ഉമാണ്. പിന്നെ അടുത്ത വർഷം നോക്ക്, 2021 695.9 crores ആണ് അവരുടെ റവന്യൂ കാണുന്നത്. അതുപോലെ നെറ്റ് ഇൻകം 23.1 crores ആണ്. ഇനി 2022 അത് 695 ആയിരുന്നത് 851.7 കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 68.2 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത വർഷം 2023 8 മാസത്തെ കണക്ക് മാത്രം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 597
കോടിയാണ് റവന്യൂ കാണുന്നത്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം കാണുന്നത് 34.2 കോടി എന്ന് കാണുന്നുണ്ട്. ഇനി ഇവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മാർജിൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. 2020 1.89, അടുത്ത വർഷം 3.3, പിന്നെ 8, പിന്നെ അടുത്ത 8 മാസത്തെ മാത്രം നോക്കുകയാണെങ്കിൽ 5.7% എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയിലെ തന്നെ ഈ മേഖലയിലെ ഏറ്റവും ഉയർന്ന ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിനാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഏവലോണിൻ്റെ പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ 2022 EPS 11.3, പി റേഷ്യോ 36.73, 38.58 എന്നിങ്ങനെയും റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 85.86%, നെറ്റ് അസറ്റ് വാല്യൂ ബുക്ക് വാല്യൂ 15.6 എന്നുമാണ് കാണുന്നത്. ഇനി നമുക്ക് ഏവലോൺ ടെക്നോളജീസിൻ്റെ IPO ഒറ്റ നോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഡേറ്റ് 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ്, ഏപ്രിൽ മാസത്തിൽ. പ്രൈസ് ബാൻഡ് 415 രൂപ മുതൽ 436 രൂപ വരെയാണ്. ഇനി ഫ്രഷ് ഇഷ്യൂ 320 കോടിയും 545 കോടി ഓഫർ ഫോർ സെയിലുമാണ് കമ്പനിക്കുള്ളത്. ഇനി അപ്പോൾ അതിൻ്റെ ടോട്ടൽ വരുന്നത് 865 കോടി എന്നാണ്. ഇത് ഏറ്റവും മിനിമം ലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് 34 ഓഹരികളാണ്. 34 ഓഹരികൾ അപ്ലൈ ചെയ്യുമ്പോൾ 14,824 രൂപയാണ് ചിലവാകുന്നത്. ഇതിൻ്റെ ഫേസ് വാല്യൂ 2 രൂപയാണ്. ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 75% കൊടുക്കുകയാണ്. പിന്നെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് HNIസിന് 15%, റീറ്റെയിലേഴ്സിന് 10% മാത്രമേ ഈ കമ്പനിയുടെ ഓഹരികൾ ലഭിക്കുകയുള്ളൂ. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ഏപ്രിൽ 12-ാം തീയതിയും ഇതിൻ്റെ ലിസ്റ്റിംഗ് ഏപ്രിൽ 18-ാം തീയതിയുമാണ്. ഇത് അപ്ലൈ ചെയ്യണോ എന്ന് സംശയമുള്ളവരോട് പറയാനുള്ളത്, ഈ വർഷത്തെ ആദ്യത്തെ പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ IPO ആണ്. ഇത് വളരെ മികച്ച ഒരു IPO ആണ്. അതിൻ്റേതായ രംഗത്ത് അതല്ലെങ്കിൽ ആ സെക്ടറിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്ന് തന്നെയാണ്. പിന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിനെല്ലാം വളരെ ആയിട്ടാണ് കാണുന്നത്, വളരെ മുന്നിലായിട്ടാണ് കാണുന്നത്. പൊതുവേ കമ്പനിക്ക് കുറച്ച് ഡെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഈ IPO വഴി അവർ കിട്ടുന്ന പണത്തിൽ നിന്ന് അത് തീർക്കാനായിട്ട് ഉപയോഗിക്കും, നല്ലൊരു ശതമാനവും എന്ന് കാണുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ് പല ബ്രോക്കിംഗ് ഫേംസും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണിത്. അപ്ലൈ ചെയ്യാൻ മടിക്കണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഏവലോൺ ടെക്നോളജീസിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. എല്ലാ രീതിയിലും നിങ്ങൾ ഈ വീഡിയോയെ സഹായിക്കണം. അപ്പോൾ മറ്റൊരു IPO വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.